കേരള സർ, 100% ലിറ്ററസി സർ. ഇതൊന്ന് കഴിയട്ടെ, അപ്പൊ നോക്കാം. ഇപ്പൊ 10ാം ക്ലാസ്സിലോ +2ലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന മിക്ക കുട്ടികളോടും ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ കിട്ടുന്ന സ്ഥിരം ക്ലീശേ ആൻസർ ആണ്, ഇതൊന്ന് കഴിയട്ടെ, ഇപ്പൊ നോക്കാം. ഇത് കഴിഞ്ഞ് നിങ്ങൾ എന്താണ് നോക്കുന്നത്, എപ്പോഴാണ് നോക്കുന്നത്? ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ആരാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്? റിപ്പീറ്റ് എന്നും റീറിപ്പീറ്റ് എന്നും പറഞ്ഞ് നിങ്ങൾ കളയുന്ന വർഷങ്ങളാണോ? അതോ ഈ വിദേശ MBBS എന്ന് പറഞ്ഞ് അഡ്രസ് ഇല്ലാത്ത വിദേശ സർവകലാശാലകളെ ചൂണ്ടിക്കാണിച്ച് നാട്ടിൽ കൂണ് പോലും മുളച്ചു തോന്നുന്ന ചില കമ്പനികളാണോ? ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ NIT, IIT, എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്ന് എത്ര പേര് അവിടെ എത്തുന്നുണ്ട് എന്നതിന്റെ കണക്കൊന്ന് നോക്കാം. ഒറ്റ ഉദാഹരണം, ഇന്ത്യയിലെ IITകളിൽ ഏകദേശം 18,000-ഓളം സീറ്റ് ഉണ്ട്. എന്നാൽ കേരളത്തിൽ നിന്ന് അവിടെ എത്തുന്ന അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 200-ൽ താഴെയാണ്. കേരള സർ, 100% ലിറ്ററസി സർ എന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ കേരളത്തിലെ കുട്ടികൾ ഇതിന് കോമ്പറ്റേറ്റീവ് ആണോ എന്ന ചോദ്യത്തിന് അല്ല എന്നാണ് സങ്കടകരമായ ഉത്തരം. പഠനം നമ്മെ അറിഞ്ഞാവണം, ലക്ഷ്യം അറിഞ്ഞാവണം. പഠിച്ച കോഴ്സിൽ തൊഴിൽ ചെയ്യാത്തവരായി എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ടാലന്റിനെ ചെറുപ്പത്തിലെ കണ്ടെത്തി നമ്മുടെ സമയത്തെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ടാലന്റിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതിലും മികച്ചതായി മറ്റൊന്നുമില്ല. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നതാണ് പ്രധാനം. അതെങ്ങനെ എത്തിച്ചേരാം? അത് ഏത് കാലത്ത് ചിന്തിച്ചു തുടങ്ങണം? തുടരാം.